നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ പ്രോട്ടോകോൾ പറയുന്നവര് തന്നെ ദേശീയ നേതാക്കളൊക്കെ വരുമ്പോ കുമാരേട്ടന്റെ കടയിൽ കയറി ചായ കുടിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയാക്കാറുണ്ടല്ലോ. പിന്നെ അതിന്റെ ബ്രാൻഡ് നെയിം പ്രധാനമന്ത്രി കയറിയ കട. അപ്പൊ എവിടെ പോയി ഈ പ്രോട്ടോകോളൊക്കെ? എന്റെ പൊന്നു മോളെ, നിന്നെ പറഞ്ഞു തോപ്പിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. ഒന്നുമില്ലാഞ്ഞിട്ടാണോ എന്നെ ഒന്ന് വിളിച്ചേ? വല്യച്ഛൻ വിഷമിച്ചിരിക്കല്ലേ, സങ്കടപ്പെട്ട്. അതോ ഒന്ന് വിളിച്ചേക്കാന്ന് ഓർത്തത്. വിഷമിക്കണ്ട കേട്ടോ. അതിനാര് പറഞ്ഞു എനിക്ക് വിഷമമുണ്ടെന്ന്? എനിക്കറിയാന്നേ എന്തിനാ വിഷമോന്നും അറിയാം. ഓ പിന്നെ ഇതാരാണ്? സൈക്കോളജിസ്റ്റാ? മറ്റുള്ളവരുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. ഇങ്ങ് വാ, ഞാനൊരു രഹസ്യം പറയാം. രഹസ്യം? എന്ത് രഹസ്യം? ഇങ്ങ് വാ, ചെവി കാണിക്ക്. സീക്രട്സ് ഒക്കെ ഞാൻ ചെവിയിലേ പറയൂ. സത്യമ്മ വല്യച്ഛന് കല്യാണം ആലോചിക്കല്ലേ. പക്ഷെ വല്യച്ഛന് ചേച്ചിയമ്മ വരണോന്നല്ലേ? സാരമില്ലെന്നേ, ചേച്ചിയമ്മ വരും. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. കുട്ടികൾ പ്രാർത്ഥിച്ച ഭഗവാൻ കേക്കും, ഉറപ്പാ. മോളെ, നിനക്ക് പോലും എന്നെ മനസ്സിലായി. പക്ഷെ എന്റെ മനസ്സിന്റെ വേദന ശാലിനി അറിയുന്നില്ലല്ലോ. വല്യച്ഛൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ദേ അമ്മ വിളിക്കുന്നു, ഞാൻ ഇപ്പൊ വരാവേ. ഏത് പെണ്ണിനെ കണ്ടാലും ഇഷ്ടായില്ലെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ഇഷ്ടോ ഇഷ്ടക്കേടോ ഒക്കെ ഞാൻ തീരുമാനിക്കും. നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, അമ്മാവാസി, മറക്കണ്ട. ചായക്ക് ചൂടുണ്ടല്ലോ അല്ലേ? ഉണ്ടച്ചാ. എന്താ ചമ്മുട്ടിന്? ഏയ്, ചെറിയൊരു കടുകഴപ്പും ചുളുചുളുപ്പും ഒക്കെ ഉണ്ട്. കർക്കിടകം കഴിഞ്ഞല്ലേ ഉള്ളൂ. കർക്കിടകത്തിന്റെ മാത്രമല്ല കുഴപ്പം, എണ്ണയും കുഴപ്പമൊന്നും മുടക്കരുതെന്ന് വൈദ്യര് പറഞ്ഞതല്ലേ. അതൊക്കെ അങ്ങ് ശരിയായിക്കോളും. നീ ഇതിന് മഹാസംഭവം അവതരിപ്പിക്കാൻ നിൽക്കൊന്നും വേണ്ട. അല്ലച്ചാ, വൈദ്യര് പറഞ്ഞത് അതാരാ മോളെ? ആരോ വന്നല്ലോ, പോയി നോക്കി. മോളെ, ഓടി വിടല്ലേ, മോളുടെ അമ്മ എന്നെ ശരിയാക്കും. ഇല്ല, എടുക്ക്. നടക്ക്. ആരാ വന്നിരിക്കുന്നേ? നിർത്ത്. എന്തൊക്കെയാ മക്കളെ? പപ്പിയുടെ അച്ഛന് സുഖമാണോ? പിന്നെ സുഖ. മോളൊറ്റയ്ക്കാ? അല്ല സാറേ, മോക്കിവിടെ ജലജ ടീച്ചറിന്റെ അടുത്ത് ട്യൂഷനുണ്ട്. 4 വീട് അപ്പുറത്താ. പോകുന്ന വഴി പപ്പയെ കാണാൻ കയറിക്കോട്ടെ എന്ന് മോള് ഫോൺ ചെയ്ത് മേഡത്തോട് ചോദിച്ചു. മേഡം സമ്മതിക്കുകയും ചെയ്തു. അതിനെന്താ? ഇത് മോളെ സ്വന്തം വീടല്ലേ? മോക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരികയോ പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാലോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ മോക്ക് ഇവിടെ താമസിക്കുകയും ചെയ്യാം, ഇഷ്ടമുള്ള കാലത്തോളം. പപ്പി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. സത്യേ
പപ്പി വാ ഞാനൊരു സംഗതി കാട്ടിത്തരാം വാന്ന് മോളെ പതുക്കെ. ഒരു മൈനക്കുഞ്ഞോ മഞ്ചാടിക്കുരുവോ എന്തെങ്കിലും ആയിരിക്കും അച്ഛാ. ഓ. അവൾക്ക് എല്ലാത്തിലും ഉണ്ടല്ലോ ഒരു കൗതുകം. ഉം. ഹ, കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോ ഉറുമ്പുകളുടെ ഘോഷയാത്ര കണ്ടോണ്ട് 1/2 മണിക്കൂർ ഇരിക്കുക. ഏ? എന്താ ഇത്ര കാണാനെന്ന് ഞാൻ ചോദിച്ചപ്പോ പറയുവാ, ഉറുമ്പുകളുടെ നാട്ടിലെ ഉരുൾപൊട്ടൽ കഴിഞ്ഞു, അവര് വേറെ സ്ഥലത്തേക്ക് താമസത്തിന് പോവാന്ന്. ആ നന്നായി. ഈ മൊബൈലിൽ തലയിട്ടോണ്ടിരിക്കുന്നൊന്നും ഇല്ലല്ലോ. പ്രകൃതിയെയും സഹജീവികളെയൊക്കെ അറിഞ്ഞു വളരട്ടെ കുട്ടികള്. സാറേ ആ. ഞാനന്ന് അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. മാഡത്തിന് പല വഴി പോകാനുള്ളതാ. ആ. അതിന് ടെമ്പററി ആയിട്ട് ഒരു ഡ്രൈവർ ഉണ്ട്. പക്ഷേ സത്യമോളുടെ കാര്യത്തിൽ എന്നെ മാത്രമേ വിശ്വാസമുള്ളൂ. ആ, ഓ. ഞാൻ മാഡത്തിന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. മോൾ ഇറങ്ങാൻ നേരത്തെ വിളിച്ചാൽ മതി. ആ, ഓ ഓ ഓ, ഓ. ശരി. ആ, ആ. മോളെ ചായ തണുത്തു തോന്നല്ലോ. അതെ, ഈ ചായ എന്ന് പറയുന്നത് കുടിക്കാനുള്ളതാ, അല്ലാതെ ചൂട് വെക്കാനുള്ളതല്ല. ആ, ഹ, അച്ഛന്റെ കാലിന് പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ കുഴമ്പിട്ട് തരാം. ഓ എടി അതൊന്നും വേണ്ടെന്നേ. ഹ, മിണ്ടാതിരുന്നോണം അവിടെ. എടി, എടി മോളെ, എടി എടി കുറച്ച് കഴിഞ്ഞ് മതിയെന്ന്. എടി, ഇവിടെ ഒരു കാര്യം. ജില്ലാ കളക്ടറൊക്കെ ഈ ഒടങ്കലി ഹോട്ടലിൽ പിടിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു പുറത്തറിഞ്ഞ ഞങ്ങൾക്ക് ശിക്ഷ ഉറപ്പാ കേട്ടോ. ആ, എങ്ങനെ ശിക്ഷിക്കാനാ? ഇവള് തന്നെയല്ലേ മജിസ്ട്രേറ്റ്. അതിന്റെ അഹങ്കാരവും കുറുമ്പും അവക്ക്. ഞാൻ എന്ത് കുറുമ്പ് കാട്ടിയെന്ന എന്റെ പൊന്നു ശാരദാമ്മേ. എടി, ശാന്ത പറയുന്ന പോലെ നിനക്ക് ഈ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ കയറേണ്ട ആവശ്യമുണ്ടോ? കളക്ടറൊക്കെ ആവുമ്പോ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലേ? ആ മോളെ, ഈ മറ്റുള്ളവരെയൊക്കെ അകറ്റി നിർത്തുന്നതിനെ ഈ ഇംഗ്ലീഷിൽ എന്തോ പറയുമല്ലോ, ഈ സാധാരണക്കാരെയൊക്കെ മാറ്റി നിർത്തുന്നതിനെ പ്രോട്ടോകോൾ. ആ, അത് തന്നെ. അതൊക്കെ നോക്കണം. പൊന്നു ശാരദാമ്മേ, പഴയ കാലത്ത് അയിത്തത്തിന്റെയും തീണ്ടാപ്പാട് അകലത്തിന്റെയും ഒക്കെ പുതിയ പേരായി പ്രോട്ടോകോൾ. ആ, ഒരു കളക്ടറോ മന്ത്രിയോ ഒരു സാധാരണ ചായക്കടയിൽ കയറി ഭക്ഷണം കഴിച്ചെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ പ്രോട്ടോകോൾ പറയുന്നവര് തന്നെ ദേശീയ നേതാക്കളൊക്കെ വരുമ്പോ കുമാരേട്ടന്റെ കടയിൽ കയറി ചായ കുടിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയാക്കാറുണ്ടല്ലോ. പിന്നെ അതിന്റെ ബ്രാൻഡ് നെയിം പ്രധാനമന്ത്രി കയറിയ കട. അപ്പൊ എവിടെ പോയി ഈ പ്രോട്ടോകോളൊക്കെ? എന്റെ പൊന്നു മോളെ, നിന്നെ പറഞ്ഞ് തോപ്പിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.